ഇറാനും അമേരിക്കയും തമ്മിലുണ്ടാക്കിയ ഒത്തുതീർപ്പ് ഡീലിൻ്റെ വിവരങ്ങൾ, അതിലെ കണ്ടീഷനുകൾ ഒക്കെ ചിലതൊക്കെ പുറത്തു വരുമ്പോൾ നമ്മുടെ ട്രംപ് മച്ചമ്പി എഴുതി കൊടുത്തിരിക്കുന്ന ആവശ്യപ്പെടുന്ന കണ്ടീഷനുകൾ സ്ഥാപിച്ചാൽ അതിനേക്കാൾ നല്ലത് അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റായോ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ കോളനിയായോ ഇറാനെ അങ്ങ് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. കാരണം മച്ചമ്പി ഇപ്പോൾ അനുനയമെന്ന പേരിൽ എന്തെങ്കിലും തരത്തിൽ കീഴടങ്ങുന്നതിനൊരു രേഖ ഉണ്ടാക്കുമ്പോൾ തൻ്റെ വമ്പും വീമ്പുമൊക്കെ കാണിക്കത്തക്കതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി കഠിന പരിശ്രമത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് ചില ലോകമാധ്യമങ്ങൾ എഴുതുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം 3 കണ്ടീഷനാണ് പ്രധാനം. അവരതിലാണ് പ്രധാനമായും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഒന്ന്, യുദ്ധം അടിയന്തരമായി നിർത്തിവെക്കുക. യുദ്ധം നിർത്തിവെച്ച് കഴിഞ്ഞാൽ വളരെ ക്രിയാത്മകമായി ന്യൂക്ലിയർ ബോംബ് നിർമ്മാണത്തെ സംബന്ധിച്ച്, അതിൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ സ്വതന്ത്രവും നീതിയുക്തവുമായി ചർച്ച നടത്താം. അതിന് വേണമെങ്കിൽ തേർഡ് പാർട്ടി മീഡിയേഷൻ എടുക്കാം. അങ്ങനെ ചർച്ച നടത്തുന്നതിലൂടെയുള്ള ധാരണയിലേക്ക് നമുക്ക് എത്തിച്ചേരാം. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ പറയുന്ന അവർക്കുണ്ടായ അവരുടെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ എല്ലാം പിൻവലിക്കുകയും വിവിധ രാജ്യങ്ങളിൽ തടഞ്ഞു വച്ചിരിക്കുന്ന സാമ്പത്തികം അനുവദിക്കുകയും അതോടൊപ്പം അവരുടെ മേൽ ഇനി മേലിൽ ആക്രമണം നടത്തുകയും ചെയ്യില്ല എന്ന ഉറപ്പ് വേണം. ഹോർമിസിനെ സംബന്ധിച്ചും സർവ്വസ്വാതന്ത്ര്യത്തിനപ്പുറത്തുള്ള ധാരണകളെ സംബന്ധിച്ച് നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യാം. ഈ കണ്ടീഷൻസ് അംഗീകരിച്ച് യുദ്ധം അവസാനിപ്പിച്ച് സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കി ഇരുവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയിലേക്ക് എത്താം എന്നതാണ് ഇറാൻ്റെ നിർദ്ദേശം. അതിനുവേണ്ടിയാണ് ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അമേരിക്കയുടെ ഉപാധികളായി കേൾക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? ഇനി 300 കിലോമീറ്റർ ദൂരത്തേക്ക് ഈ പറയുന്ന പ്രേരണാശക്തിയുള്ള അല്ലെങ്കിൽ പതനശക്തിയുള്ള ഡ്രോണുകളോ മിസൈലുകളോ ഒന്നും ഇറാൻ ഉപയോഗിക്കരുത്. രണ്ടാമത്തെ കാര്യം, യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ ഏത് സ്റ്റേജ് ആയാലും ആണവോർജ്ജ ഏജൻസിയുടെ മധ്യസ്ഥതയിൽ ആ എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറേനിയം ആർക്ക് കൈമാറ്റം ചെയ്യണം? അമേരിക്കയ്ക്ക് കൈമാറ്റം ചെയ്യണം. പൂർണ്ണമായും അത് എടുത്തുകൊണ്ട് അവർക്കങ്ങ് കൊണ്ടുപോകണം. പിന്നെ മൂന്നാമതായി, ഇറാൻ്റെ മേലിലുള്ള സൈനിക ശക്തി അടക്കമുള്ളവയെ മോണിറ്റർ ചെയ്യുന്നതിന് ഒരു അന്താരാഷ്ട്ര സമിതിക്ക് രൂപം നൽകണം. നാലാമത്തേത്, ഹോർമിസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര തലത്തിലുണ്ടാക്കുന്ന സമിതിക്ക് അതിൻ്റെ നിയന്ത്രണങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൈമാറണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഷണ്ണീകരിച്ച് വന്ധ്യംകരിച്ച് ഇറാനെ അമേരിക്കയ്ക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മച്ചമ്പിക്ക് നാളെ മുതൽ ജയിച്ചേ ജയിച്ചേ ഞങ്ങൾ ജയിച്ചേ, ജയിച്ചേ ജയിച്ചേ അമേരിക്ക ജയിച്ചേ, ജയിച്ചേ ജയിച്ചേ ഡൊണാൾഡ് ട്രംപ് ജയിച്ചേ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കാം. ട്രൂത്ത് സോഷ്യലിലും സാമൂഹ്യ മാധ്യമത്തിലുമൊക്കെ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുന്നതിനാവശ്യമായ ഒരു കരാർ വ്യവസ്ഥകളാണ് അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത്. ഇത് അംഗീകരിച്ച് കൊടുക്കുന്നതിനേക്കാൾ ഇറാന് നല്ലത് എന്നാൽ പിന്നെ അമേരിക്കയോ അല്ലെങ്കിൽ അമേരിക്ക ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇസ്രയേലോ വന്ന് ഞങ്ങളുടെ ഭരണകൂടത്തെ മുഴുവനായി ഏറ്റെടുത്ത് ഞങ്ങളുടെ എണ്ണയും എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിയന്ത്രിച്ചോ എന്ന് പറയുന്നതിന് തുല്യമാണ്. നമ്മൾ ഓപ്പറേഷൻ ടേബിളിൽ അനസ്തേഷ്യയ്ക്ക് വിധേയമായി രോഗി കടന്നു കൊടുക്കുന്നത് പോലെ ഇവരെ രണ്ടുപേരുടെയും മുന്നിൽ മലർന്ന് കടന്നു കൊടുക്കണം. അവർ വേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ പുറത്ത് ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന വ്യവസ്ഥിതി പോലെയാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഈ അന്തരീക്ഷം മോശമാക്കാതെ വളരെ കൃത്യമായി ഈ ധാരണകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വളരെ ലൈറ്റായി പറയുന്നത്. ട്രംപ് പറഞ്ഞത് ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചരടിൽ തൂങ്ങിക്കിടക്കുക എന്നാണ് പറയുന്നത്. തൂങ്ങിക്കിടന്ന് ആടുകയാണ്. ഊഞ്ഞാല എന്ന് പറയുന്ന പാട്ട് പോലെ അതിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. കാരണം ചെറിയൊരു ചരടേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും സീസ് ഫയർ അതാ വെടിനിർത്തൽ താഴെ വീണ് പൊട്ടിയാൽ അവരടിക്കും. എവിടെ അടിക്കും? നെഞ്ചത്തിട്ടടിക്കും. അതാണ് സ്ഥിതി. അടിക്കാനും വയ്യ, അടിക്കാതിരിക്കാനും വയ്യ എന്ന് പറയുന്ന ഒരു സംഗതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇറാൻ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ചൈനയും റഷ്യയുമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നും വ്യവസ്ഥകളെ സംബന്ധിച്ചുള്ള ധാരണകൾ അവരോടൊപ്പം ചേർന്നാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും ഇറാൻ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കാൻ ആ ഭരണകൂടം സമ്മതിക്കില്ല, അവസാനത്തെ ഇറാനി ജീവിച്ചിരിക്കുന്നത് വരെയും. അതവരുടെ പോരാട്ട വീര്യത്തിൻ്റെ ഭാഗമാണ്. പിന്നെ അവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് ഞാൻ അക്കീദ അറിയാത്തതുകൊണ്ടും കിതാബിയായ പണ്ഡിതനല്ലാത്തതുകൊണ്ടും ഞാനത് പറയുന്നില്ല. അതിനകത്ത് സ്പെഷ്യലിസ്റ്റായ ചില സംഘടനകളെ ഏൽപ്പിക്കുകയാണ്.